ഹായ് ഫ്രണ്ട്സ്, അടുത്തുള്ള അമ്പലങ്ങളിലെല്ലാം ഉത്സവമായതുകൊണ്ട് ആ ഒരു സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പൗച്ചാണ്. അതും ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് കൊണ്ട് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് എടുത്ത് അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം നമ്മളൊരു സിബ് അതിൽ ഒട്ടിച്ചടിക്കുക. ഇത് തയ്ക്കുക ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല തിളക്കവും കൂടി ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാടേറെ ഇഷ്ടപ്പെടുന്ന ഒരു പൗച്ചാക്കി നമുക്ക് അവർക്ക് കൊടുക്കാനും പറ്റും. നമുക്ക് പല വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ വേണമെങ്കിൽ ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റും. പെൻസിൽ, റബ്ബർ എല്ലാം നമുക്ക് ഇട്ട് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു സിബ് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഒട്ടിച്ചതിന് ശേഷം ഈ രണ്ട് സൈഡും നമ്മൾ പിടിച്ച് ചേർത്ത് വെച്ച് ഫെവി ബോണ്ട് വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് B7000 വെച്ചും ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഫെവി ബോണ്ട് വെച്ച് ആ രണ്ട് സൈഡ് ഓപ്പണായിട്ടിരിക്കുന്ന ആ ഒരു രണ്ട് സൈഡും നല്ല രീതിയിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ആ ചെയ്യുന്നത്. നല്ല രീതിയിൽ ഫെവി ബോണ്ട് തേച്ചതിന് ശേഷം അത് കുറച്ച് നേരം ഒന്ന് അമർത്തി വെച്ചാൽ മാത്രമേ ആ ഒരു സൈഡ് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റൂ. ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിയിരിക്കും. ഒരു 10-15 മിനിറ്റ് ഒരു ഫാനിൻ്റെ ഹൈ സ്പീഡിട്ട് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചിരിക്കുമ്പം തന്നെ അത് ടൈറ്റായിട്ടിരിക്കും. ഈ ഒരു ഗമ്മ് നമ്മളുടെ ഈ വിരലുകളിൽ പറ്റി അത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത സൈഡാണ്. കുറച്ച് നീളം കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അതും അതേപോലെ തന്നെ നമ്മൾ ഒന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇതാ ഒട്ടിക്കഴിഞ്ഞ രണ്ട് സൈഡിൻ്റെയും ഈ ഒരു മുനമ്പ്, അതായത് ആ ഒരു രണ്ട് സൈഡും കണ്ടില്ലേ, അതൊന്ന് മടക്കി വെക്കുമ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിന് അത് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, വെറുതെ സിമ്പിളായിട്ട് നമ്മൾ മടക്കി വെക്കുന്നേ ഉള്ളൂ. സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ നീഡിൽ വർക്കോ വെറുതെ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് ടൈറ്റായിട്ട് നമ്മളത് പിടിച്ച് ചേർത്ത് 10-15 മിനിറ്റ് നല്ല ഫാനിൻ്റെ കീഴിൽ വെക്കുമ്പോൾ തന്നെ ഒട്ടി വരും. ഇനി നമ്മൾ ആ ഒരു രണ്ട് സൈഡിൽ സിബിൻ്റെ രണ്ട് സൈഡിലും ബാലൻസ് ഉള്ള നമ്മൾ ആ ഒരു ഇത് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റോട് ഒന്നും കൂടി ടൈറ്റായിട്ട്, അതായത് ആ ഒട്ടിയ ഭാഗം തന്നെ വീണ്ടും രണ്ട് സൈഡ് നമ്മൾ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി പതുക്കനെ സാവകാശം അതിൻ്റെ ഏറ്റവും അടിയിൽ ഉള്ള ഭാഗം ചുരുട്ടി പതുക്കനെയാണ് നമ്മൾ ആ ഒരു ചുരുട്ടഴിച്ചെടുത്തുകൊണ്ട് വരുന്നത്. കണ്ടില്ലേ, പതുക്കനെ അത് ചുരുട്ടി മുകളിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് പതുക്കെ പ്രസ് ചെയ്യുമ്പം അത് മുകളിലോട്ട് വരും തോറും പതുക്കനെ അത് വിടർന്ന് വന്നോളും കേട്ടോ. ഫെവി ബോണ്ട് നല്ല രീതിയിൽ ഒട്ടിക്കഴിഞ്ഞ് അതിനിപ്പം അതെല്ലാം ചുരുള് വന്ന് റെഡി ആയിട്ട് നമുക്കൊരു ഒരു പൗച്ചായി കഴിഞ്ഞ് ഇനി അതിന് കുറച്ച് ഡിസൈൻ ചെയ്യാനായിട്ട് വൈറ്റ് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് ആ സിബിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് വീതിക്ക്, ഒരു സ്കെയിലിൻ്റെ അത്രയും വീതിക്ക് നമുക്ക് വേണ്ടുന്ന വീതി എടുത്ത് ഒട്ടിക്കാം. അതിൻ്റെ രണ്ട് എൻഡും ഇതുപോലെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞപ്പം മനോഹരമായിട്ട് നല്ല ഭംഗിയോടുകൂടി നല്ല തിളക്കത്തോടുകൂടിയുള്ളൊരു പൗച്ച് നമുക്ക് റെഡിയാക്കാൻ പറ്റും. നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള പൗച്ചുകൾ നമുക്ക് ചെയ്ത് അവർക്ക് കൊടുത്താൽ അവർ മാറി മാറി കൊണ്ടുപോയി അത് യൂസ് ചെയ്യുകയും ചെയ്യും. അവർക്ക് തന്നെ ഒരു വലിയ സന്തോഷമായിരിക്കും. നല്ല ഗ്ലിറ്റേർഡ് നല്ല തിളക്കമുള്ളൊരു പൗച്ചായി കഴിഞ്ഞ് പെൻസിൽ, പേന എല്ലാം നമ്മൾ സൂക്ഷിച്ചൊന്ന് ആ സിബ് തുറക്കാനും അടയ്ക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് നമ്മളത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ആദ്യമേ നമ്മളതൊന്ന് ഫോൾഡ് ചെയ്യാൻ. ആ സിബ് വെക്കത്തക്ക വിധത്തിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം അത് ഒട്ടിച്ച് വെക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഇതുപോലെ നമുക്ക് അനായാസേന തുറക്കാനും അടയ്ക്കാനും പറ്റുകയുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ അകത്ത് പെന്നും പെൻസിലും റബ്ബറും എല്ലാം നമുക്ക് കൊച്ചു കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മനോഹരമായിട്ട് നമുക്കത് ചെയ്തെടുത്തു കഴിഞ്ഞ് ഇതുപോലെ ഫെവി ഗ്ലൂവോ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യുക്കോ യൂസ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫെവി ബോണ്ട് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടില്ലേ, മനോഹരമായിട്ട് നല്ലൊരു ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റിൻ്റെ നല്ലൊരു പൗച്ച് നമ്മളിവിടെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞ് ഇനി ആ ഒരു ഭാഗം എവിടെയാണോ ഫെവി ബോണ്ട് കുറച്ചും കൂടി വേണ്ടുന്ന ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ കുറച്ച് ഫെവി ബോണ്ടും കൂടി യൂസ് ചെയ്ത് നല്ല രീതിയിൽ അത് നമുക്ക് ഒന്നും കൂടി വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതിന് പുറമേ വേണമെങ്കിൽ നമുക്ക് B7000 വേണമെങ്കിൽ ഒരു ലെയറും കൂടി നമുക്ക് ഒട്ടിച്ചെടുത്താൽ
നല്ല രീതിയിൽ നമുക്ക് വലിച്ച് തുറന്നാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കത് വലിച്ച് തുറന്ന് എടുക്കാൻ പറ്റും. മനോഹരമായിട്ടുള്ളൊരു പൗച്ചും ആക്കി.